നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ എഴുതി? എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവുന്നേ? രാവിലെ എഴുന്നേറ്റ് പോരാ ആലോചന. ഈ വീട്ടിൽ എന്തോ ദോഷം സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. ഇതെനിക്ക് 2-3 ദിവസമായിട്ടുള്ളതാ. നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോയി പൂജ നടത്തിയൊന്ന് പ്രാർത്ഥിക്കാൻ വസു. ആ, അതേതായാലും നന്നായി. ഈ വീട്ടിലെ എല്ലാ ദോഷങ്ങൾക്കും കാരണമേ ആ നിധിയാ. ആ അവളെയും കൊണ്ട് തന്നെ ഏട്ടത്തി ഈ കുടുംബത്തിന് നല്ലത് വരണേന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോണം. ദൈവം തന്നെ ആകെ കൺഫ്യൂസ്ഡ് ആയി പോവല്ലോ ഏട്ടത്തി. നിധിയെയും കൂട്ടി അമ്പലത്തിലേക്ക് പോവാന്ന് പറഞ്ഞാലേ പൂച്ച എടുത്ത് ഒക്കത്ത് വെച്ചിട്ട് ശകുനം നോക്കുന്നത് പോലെയാ. ദൈവാനുഗ്രഹം കിട്ടാനാണെങ്കിലേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അമ്പലത്തിലേക്ക് ഏട്ടത്തി തനിച്ചു പോയാ മതി. എന്നിട്ട് നിധിയിൽ നിന്ന് ഈ കുടുംബത്തിന് ഒരു രക്ഷയുണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കും. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. എന്നാലും ഏട്ടത്തി വിശ്വസിക്കുന്ന ദൈവം എന്നൊന്നുണ്ടെങ്കിൽ അനുഗ്രഹിക്കും. അവളെ ഈ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കി തരികയും ചെയ്യും. എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും നാവെടുത്ത് പറയാനില്ലേ? എന്ത് സംഭവിച്ചാലും അപ്പൊ തന്നെ നിധിയെ കോണർ സംസാരിച്ചോണം കേട്ടോ. എടാ നീ അത് വിട്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിധി എവിടെ? വേഗം റെഡിയാവാൻ പറ അവളോട്. ഒന്ന് അമ്പലത്തിൽ പോണം, നീയും വരണം. അയ്യോ, എനിക്ക് വരാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ലേറ്റായി. ഒരു അർജന്റ് മീറ്റിംഗ് ഉള്ളതാ. അല്ലേലും ഞാനൊരു ആവശ്യത്തിന് വിളിച്ച അപ്പം നിനക്ക് മീറ്റിംഗ് ഉണ്ട്. നിധി എവിടെ? ഞാൻ അവളെ വിളിച്ചോട്ട് പോയിക്കോളാം. അമ്മ, നിധി ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലെന്നോ? ഇത്ര രാവിലെ അവളെ എവിടെ പോയി? അത് നിധിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞു. നിധി അപ്പൊ തന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയെന്നോ? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാനാ പറഞ്ഞത്, വേഗം പൊക്കോളാം. ആന്റിക്ക് പെട്ടെന്ന് ബോധക്കേട് വന്നതുപോലെ ആ വെപ്രാളത്തിൽ നിധി അങ്ങ് ഇറങ്ങിപ്പോയി. അല്ലെങ്കിലും അവളുടെ അമ്മയ്ക്ക് എപ്പോഴാ ബോധക്കേട് വരാത്തത്? ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. ഇറിറ്റേറ്റ് ചെയ്യാതെ ഒന്ന് പോവാവോ? കഷ്ടം. എടാ പ്രണവേ, നീ കുളിച്ച് റെഡിയായി നിൽക്കല്ലേ? എന്തോ കാര്യം? അതെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് അമ്പലത്തിൽ പോണെന്ന് വിചാരിക്കുക. നിധിയില്ല. ഇവനും ദേ എന്തോ തിരക്കുണ്ടെന്ന് പറയാ. നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ? ഞാൻ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ താഴെ കാണാം, അമ്മ വന്നാ മതി. ശരി. വസു, നീ ഞങ്ങളുടെ കൂടെ വാ. ഞാനോ? അമ്പലത്തിലേക്കോ? എന്റെ പ്രാർത്ഥനയൊക്കെ വീട്ടിലിരുന്ന് സൗകര്യം പോലെ ഞാൻ നടത്തിക്കോളാം. ദൈവത്തിന് അറിയാം എന്റെ കാര്യങ്ങള്. വന്നിപ്പോ ഞാനും പ്രണവും മാത്രമായി. നോക്ക്, അമ്മയ്ക്ക് പറഞ്ഞാൽ വിശ്വാസമാവില്ലല്ലോ. ഓഫീസിൽ നിന്നാ മീറ്റിംഗ് തുടങ്ങാൻ സമയമെന്ന് പറഞ്ഞ് വിളിക്കുക. ജോർജ്, ഞാൻ ദാ ഇറങ്ങാൻ പോവാ. ആണോ? എന്തു പറ്റി? ക്യാൻസലായോ? ഓ, അപ്പൊ ഇന്നത്തെ മീറ്റിംഗ് നടക്കില്ല അല്ലേ? ഓക്കെ, ശരിയെങ്കിൽ. മീറ്റിംഗ് ക്യാൻസൽ ആയി അല്ലേ? അത് ക്യാൻസലായി. ഇനിയിപ്പോ അമ്പലത്തിൽ വരുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. അമ്മ താഴെ വെയിറ്റ് ചെയ്യും. ശരി. എല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നു. ശിവാനിയെ കൊണ്ട് പോകുന്നതുമില്ല. ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. മോളിതെന്താ എത്ര രാവിലെ? എന്തുപറ്റി? നല്ല ആളാ. ഭക്ഷണത്തിന് മുൻപുള്ള ഗുളിക കഴിക്കാതെയാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? ഗൗതം ഇത് ഇന്നലെ വാങ്ങി ബാഗിൽ വെച്ചിരുന്നതാ. ഇവിടെ വന്നിട്ട് പോലും എടുത്തു തരാൻ മറന്നുപോയി. ഇന്ന് രാവിലെ ഓർത്തത്. അതാ ഞാൻ പെട്ടെന്ന് ഗുളികയും കൊണ്ട് വന്നത്. നല്ല കാര്യമായിപ്പോയി. ഒരു നേരം ഗുളിക കഴിച്ചില്ലാന്ന് വെച്ച് ഇപ്പൊ എന്ത് സംഭവിക്കാനാ? അതുകൊണ്ട് ഇങ്ങനെ രാവിലെ ഓടി വരേണ്ട കാര്യമുണ്ടോ? ഇതെങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻ അല്ല. ഒരു ദിവസം പോലും മുടങ്ങാതെ കഴിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആശയെന്നല്ലേ പേര്? അതെ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ആശയ? അമ്മ ഒരു നേരം പോലും മരുന്ന് സ്കിപ്പ് ചെയ്യരുതെന്ന് ഗൗതം പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നതല്ലേ? എന്റെ മരുമോളാ ഗൗതമിന്റെ ഭാര്യ. പേര് നിധി. സോറി മാഡം, ഞാൻ പറഞ്ഞതാ. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോ? അത്യാവശ്യമായിട്ട് പുറത്തു പോണെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തത്.